ഹലോ ഗൈസ്, നമ്മൾ ലൈറ്റ് ഹൗസിൽ കയറാൻ പോവുകയാണ്. ലൈറ്റ് ഹൗസിൽ കയറാൻ ലൈറ്റ് ഹൗസ് ഒന്ന് ഫോക്കസ് ചെയ്ത് ക്യാമറമാനും ഫോക്കസ് ചെയ്യൂ. വാട്ടെ വാവ്, എന്ത് ഹൈറ്റിലാണ് നോക്കി. അവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണാൻ പറ്റും, ഇവിടെ വരുമ്പോൾ കാണുമ്പോൾ വാവ് വാവ്. ഹലോ ഗൈസ്, നമ്മൾ കോവളത്തിലെ ലൈറ്റ് ഹൗസിന്റെ മുകളിലാണ് നിൽക്കുന്നത്. നമുക്കിവിടെ നിന്ന് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന വിഴിഞ്ഞ ഹാർബറാണ്. ക്യാമറ അങ്ങോട്ട് കുറ്റി. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് വിശാലമായ കടൽ കാണാൻ. വരും. ഇത് കാണാൻ ഒരുപാട് പേര് വന്നിരിക്കുകയാണ്, ഒരുപാട് പേര്. അയ്യോ, സഞ്ചാരികൾക്ക് വഴി കൊടുക്കുകയാണ്. ഓക്കെ, വരും. ക്യാമറ ഇന്ന് ഒരുപാട് പേര് കാണാൻ വന്നിരിക്കുകയാണ്, ഒരുപാട് പേര്. ക്യാമറകൾക്ക് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമ്മുടെ നാടല്ല, ഒരുപാട് ദേശത്തുള്ള ഒരുപാട് പേര് വന്നിരിക്കുന്നു, ഒരുപാട് പേര് കാണാൻ. ഒരുപാട് കപ്പിൾസുകളും ബാക്കി എല്ലാവർക്കും വിശ്വസിച്ച അടിപൊളി സ്ഥലമാണ്. അടിപൊളി സ്ഥലം, നിങ്ങൾ എല്ലാവരും വരണം. എല്ലാ ലിഫ്റ്റ് സൗകര്യം എല്ലാം ഉണ്ട്, നമുക്ക് കാണാം. നമ്മളെ ലൈറ്റ് ഹൗസിൽ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു എന്താ പറയാ, എനിക്ക് അപ്പുറത്ത് എന്തോ പറയണമെന്ന് അറിയില്ല. ഇതൊക്കെ ഒരു വിമാനം പോകുന്നുണ്ട്, വിമാനം. ക്യാമറ ഒന്ന് സൂം ചെയ്യ്. ക്യാമറ സൂം ചെയ്യ്. വാവ്, വാട്ട് എ വണ്ടർഫുൾ. ഓക്കെ. തിരിച്ചു വരാം. ഹലോ, നമുക്കിനി ലൈറ്റ് ഹൗസിന്റെ പുറമേ ഉള്ള ഭാഗം കാണാം. ഇതാണ് ഈ ഏരിയ മുഴുവനായിട്ട് ഇങ്ങനെ കറങ്ങി കാണുമെന്നാണ് പറയണത്. നമുക്കത് വിഷ്വലായിട്ട് കാണാം. ക്യാമറമാൻ ആ ലൈറ്റിലേക്ക് ഒന്ന് പോയി. ഇതാണ് നമ്മൾ കാണുന്ന ലൈറ്റ് ഹൗസിന്റെ പുറമേ ഉള്ള തുണിയൊക്കെ ഇട്ട് കവർ ചെയ്ത് വെച്ചാണ് ഇവർ ഈ ലൈറ്റ് ബിൽഡ് അകത്ത് നിന്ന് പുറത്തോട്ട് അടിക്കുന്നത്. അടിയെന്ന് വെച്ചാൽ ഇത് ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ലൈറ്റ് ഹൗസിൽ നിന്ന് നമ്മൾ ലൈറ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ലൈറ്റ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് തന്നെയാണ്. കമോൺ, വരൂ. ഹലോ ഗൈസ്, നമുക്കിനി ലൈറ്റ് ഹൗസിന്റെ ലൈറ്റ് അകത്ത് നിന്ന് എങ്ങനെ കാണാം. വരൂ, ക്യാമറ കൊണ്ടുവരൂ. ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ ലൈറ്റ്. അതിന്റെ കറക്റ്റ് വിഷ്വൽ നമുക്ക് ഇപ്പൊ വ്യക്തമായിട്ട് കാണാം. ക്യാമറമാൻ കൊണ്ടുവരും. നമ്മൾ ആ കാണുന്ന ലൈറ്റ് കണ്ടില്ലേ, ഇതാണ് ലൈറ്റ്. ഈ 3 ഭാഗങ്ങളുടെ ലെൻസാണ്. ഇത് മൊത്തം റൊട്ടേറ്റ് ചെയ്ത് അടിക്കുന്നത്. ഓക്കെ, പോവുകയാണ് താഴേക്ക്. നമുക്ക് ഓരോ പടി ചൂട് വെച്ചിറങ്ങാം. നോക്കിയിറങ്ങി പെട്ടെന്ന് താഴെ എത്താം. നമുക്ക് ലൈറ്റ് ഹൗസ് കാണാൻ പറ്റിയില്ലെങ്കിൽ ഈ ഫോട്ടോ കാണിച്ച് നമുക്കിത് മൊത്തത്തിൽ കണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. താഴേക്ക് വരും. ഇതാണ് നമ്മളെ ലൈറ്റ് ഹൗസിന്റെ ഫസ്റ്റ് കാണുന്ന വിൻഡോ. ഇതുവഴി നമുക്ക് വ്യക്തമായി കടലും കടപ്പുറത്ത് മീൻ പിടിക്കാൻ പോകുന്ന കപ്പലുകളെയും കാണാം. ഒന്ന് ആസ്വദിക്കൂ. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസിലെ മൊത്തം ഇലക്ട്രിക്കൽ പവർ ഹൗസ്. കണ്ടില്ലേ, ഇൻവെർട്ടറുകൾ മൊത്തം തുറന്നു കാണൂ. ഓക്കെ ബൈ. തിരിച്ച് താഴേക്ക് നടക്കുകയാണ്. ലിഫ്റ്റിലുണ്ട്, പക്ഷെ കയറാൻ പൈസ ഇല്ലാത്ത കാര്യമാണ് വാസ്തവം. നമുക്ക് പടി ഇറങ്ങി പോകാം. കറങ്ങി പോണതാണ് ഒരു സുഖം. പതുക്കെ പോകും. ക്യാമറമാൻ ലിഫ്റ്റ് എന്ന് ഇപ്പോഴും പറയും. ലിഫ്റ്റ് കണ്ണു തുറന്ന് കാണും. ഇതാണ് ലിഫ്റ്റിന്റെ പ്രവർത്തനം. കണ്ടേ, താഴെ അറ്റം മുതൽ നമുക്ക് മേളിൽ അറ്റം വരെ കാണാം. ഇതാണ് ലിഫ്റ്റ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കണേ ഒന്ന് കണ്ടേ. ഇതാണ്ട് ലിഫ്റ്റിന്റെ ചങ്ങലാണ് മുകളിലേക്ക് പൊങ്ങി വരുന്ന കണ്ടേ. ഇതാണ് നമ്മുടെ ലിഫ്റ്റ്. ഏറ്റവും താഴെ നിന്ന് മേളിലേക്ക് ഫസ്റ്റ് എത്തുന്ന ഡോർ. ഇത് തുറക്കില്ല, കാരണം പൈസ കൊടുക്കണം. ഈ ഡോർ വഴിയാണ് നമ്മൾ ഏറ്റവും മുകളിലേക്ക് പോകും. നമുക്ക് ഇനി താഴോട്ട് പോകാം. ലിഫ്റ്റ് വന്നു കഴിഞ്ഞു. നമുക്ക് ഡോർ ഓപ്പൺ ആകുന്നുണ്ട്. നമ്മുടെ ലിഫ്റ്റ് താഴേക്ക് പോവാ. എവിടെ ചെന്നിരിക്കുന്ന ഒരു ഐഡിയയില്ല. നമ്മുടെ താഴേക്ക് പോയി ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങി നമുക്ക് അവിടെ ചെന്ന് ബാക്കി വിശേഷം കാണാം. ഓക്കെ, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ എന്റെ സൗണ്ട് പോയി, ദൈവമേ. ഒറിജിനൽ സൗണ്ട്. ഹലോ ഗൈസ്, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ അടിപൊളിയാക്കണം. കൂടെ വരൂ. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടെ. ഇവിടെ മറ്റൊരു ദൃശ്യം. ക്യാമറമാൻ ശ്രമിക്കും. മറ്റൊരു ദൃശ്യം ഇതാണ്. നമുക്ക് മൊത്തം ഫോട്ടോ നമുക്ക് മുകളിൽ കയറാൻ പറ്റുന്ന ഇതെടുക്കാം കേട്ടോ. കമാൻ, വരൂ. ഇതാണ് പഴയ ലൈറ്റ് ഹൗസിന്റെ പഴയ മാതൃക. ഇപ്പോഴാണ് ഇനി കാണുന്ന പോലെ ആയത് കേട്ടോ. മൊത്തം സ്ക്രീൻ ചെയ്തു. ഓക്കെ, കമാൻ ബേബി. ഹലോ ഗൈസ്, നമുക്കിനി ബാക്കി സ്കമ്പ് ചുറ്റി കാണാം. നമ്മുടെ എന്തിനു പറയണമെന്ന് അറിഞ്ഞ ദൈവമേ, നമ്മുടെ ഇവിടെ ഉള്ളവർ മാത്രമല്ല കേട്ടോ, പുറത്തുനിന്നൊക്കെ വണ്ടികൾ പിടിച്ചാ വരുന്നത്. വണ്ടികൾ കമാൻ വരൂ. ഫുൾ കപ്പിൾസ് എന്ന് വെച്ചാൽ കപ്പിൾസ് ആണ്. നമുക്കിനി ഏറ്റവും ഒരു വഴിയുണ്ട്. ഈ വഴി വേറെ ഒന്നുമില്ല, ക്രോസ് ആണ് കേട്ടോ. അവിടെ അങ്ങ് നിൽക്കും. വേറെ ക്യാമറ ചെയ്യൂ. ഓക്കെ, ഈ ക്യാമറ പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്ത്. അവിടെ കുറെ കപ്പിൾസ് ക്യാമറ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്യുന്നിടത്ത് കണ്ടില്ലേ, അതിമനോഹരം. നമുക്ക് പെണ്ണില്ല, സിംഗിൾസ് ഉണ്ട്. പെണ്ണ് കൊടുക്കണം ഗൈസ്. അത് വേണ്ട കേട്ടോ ഗൈസ്.
ഹലോ ഗായ്സ്, നമുക്ക് ഇതാ ലൈറ്റ് ഹൗസിന്റെ മുമ്പിൽ രണ്ട് ചേട്ടന്മാര്, സിംഗിൾ ചേട്ടന്മാരാണ് ഇരിക്കുന്ന. രണ്ടുപേരും ഇരിപ്പുണ്ട്. ഒന്ന് ക്യാമറ വന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അവര് ഓക്കെ കുഴപ്പമില്ല ഗായ്സ്. വാവ് ഗായ്സ്, ചുവന്ന കൊക്ക് സൂം ചെയ്യൂ ക്യാമറമാൻ സൂം ചെയ്യൂ. സൂം പോയോ ഓളൂ വാട്ട ഐഡിയ. നമ്മൾ നേരത്തെ കണ്ട് ഒരു എയറോപ്ലെയിനെ പോലെ തന്നെയാണ് ഓട്ടോ ചുവന്ന കൊക്ക്. ഇവിടേക്ക് വന്ന് കാണേണ്ട തന്നെ ഗായ്സ്. ഹലോ ഗായ്സ്, നമ്മളിനി പോകുന്നത് വാട്ടർ ഷോ കാണാനാണ്. വാട്ടർ ഷോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ? കാണുന്നില്ല. വാട്ടർ ഷോ ആയെന്നെ വേറെ നമ്മളിനി നടന്നു പോകുന്ന കല്ല് കൂടെയാണ്. കല്ല് നടപ്പാതെന്ന് വെച്ചാൽ നടപ്പാതെയാണ്. ക്യാമറമാൻ സൂചിന്റെ കാലുകൾ മാത്രം എടുക്കല്ലേ, കാല് കാണാൻ ദൂരാണ്. കമാൻ ബേബി നടന്നു വരും. കല്ല് കാണാം, കല്ല് നമ്മൾ വന്ന് വാട്ടർ ഷോ ഇരിപ്പുണ്ട്. വാട്ടർ ഷോ നമുക്ക് കാണാം. ക്യാമറമാൻ സൂം ചെയ്യൂ. വാവ്, ഒന്ന് സൂം ചെയ്യൂ ക്യാമറമാൻ. എന്ത് സൂം ആവുന്നില്ലേ? വാ, വാട്ടർ ഷോ, നൈറ്റ് ഷോ എന്ന് വെച്ചാൽ വാട്ടർ ഷോ തന്നെയാണ് കേട്ടോ, അല്ല വേറൊരു ഷോ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് തിരിച്ചു വരാം. നമ്മൾ വാട്ടർ ഷോ കണ്ട് കുറച്ച് ലൈറ്റിന്റെ ഒരു റീസൺ ഉണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറ ഇവിടെ നിന്നപ്പോ സബ്സ്ക്രൈബ് ചോദിച്ചു ഒരു പയ്യൻ വന്നിരുന്നു. സംഭവം ഇവയല്ല കേട്ടോ, ഇതേ നല്ലൊരു പയ്യനാ. അവൻ വന്ന് ഫോണിൽ വന്ന് നമ്മളെ ക്യാമറമാന്റെ സബ്സ്ക്രൈബ് ചാനലിലേക്ക് ചോദിച്ച് സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഹലോ ഗൈസ്, താമര എന്ന് വെച്ചാൽ ലോട്ടസ് തന്നെയാണ്. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഗൈസ്. കമാൻ, ഇതാ നോക്കൂ, ക്യാമറ സൂം ചെയ്യൂ. വാവ്, നീല താമര. ഇതാണ് ഗൈസ് നീല താമര. വെയിൽ മാത്രമല്ല താമര. ഹലോ ഗൈസ്, നമുക്ക് ഉച്ചയ്ക്ക് വന്നപ്പോ വെള്ളം കഴിച്ചു നമ്മൾ ഇവിടുത്തെ ഷോപ്പിൽ വന്നേക്കൊണ്ട് കാണാ കഫേ പേരെന്ന് പറഞ്ഞ കേട്ടോ. നമ്മൾ അവിടെ ഒരു 7up വാങ്ങിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാർക്കിലേക്ക് പോകാം. കമാൻ, നമ്മൾ ലൈറ്റ് ഹൗസിന്റെ സ്ഥലമെല്ലാം കണ്ടുവരുമ്പോൾ ഞാൻ ഒരാളെ കണ്ടു. 7up കുടിച്ചോണ്ടിരിക്കുന്ന ഒരു പയ്യൻ, ഒരു യങ് യൂത്ത് പയ്യൻ ഒന്ന് ക്യാമറയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ മതി കൂടുതൽ വേണ്ട. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടാണ് ഗൈസ്. പെട്ടെന്ന് സൂം ചെയ്യണം, അല്ലെങ്കിൽ പിള്ളേർ വേറെ ഒരു സ്ഥലത്ത് ഒരു ബോർഡ് ഞാൻ കണ്ടു. കളിസ്ഥലം, പക്ഷെ അതല്ലായിരുന്നു കുട്ടികളുടെ കളിസ്ഥലം, ചിൽഡ്രൻസ് പാർക്ക്. നമുക്ക് അവിടെ പാർക്കിലേക്ക് പോവാം. ഹലോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് ഡോറേ ബുജ്ജി ഒന്നല്ല കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? പാർക്ക് കാണുന്നുണ്ടോ? അതൊരു മ്യൂസിയം ആണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. ക്യാമറ കമാൻ. ഹലോ, നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഞാൻ ഇരിക്കുന്ന പച്ച പുല്ലിലല്ല, ഈ പ്രകൃതിയിലല്ല. ഈ ക്യാമറ ഒന്ന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് പോയിക്കേ. ഞാൻ എവിടെയാണ് ഇരിക്കണേ? നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ ഞാൻ സൂവിലാണെന്ന്? ഞാൻ പെട്ടിരിക്കുകയാണ് ഗൈസ്, പെട്ടിരിക്കുകയാണ്. ഓക്കെ, ഹലോ ഗൈസ്, നമുക്ക് പാർക്കിൽ എത്തിക്കുന്നു. പക്ഷെ പാർക്കിൽ ഞാൻ ഇത് ക്യാമറ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കി കഴിഞ്ഞു. ഇതിൽ കയറാൻ ഞാൻ നോക്കി, പക്ഷെ ഇത് കൊച്ചു കുട്ടികൾക്കുള്ളതാണ്. നമുക്കുള്ള സാധനം സോസ്. കമാൻ ബേബി, കമാൻ ബേബി, കമാൻ. ഹലോ ഗൈസ്, ഇതിന്റെ ഓപ്പോസിറ്റ് കുഞ്ഞുങ്ങൾ. നമുക്ക് സോസിലേക്ക് കയറാം. സീറ്റൻ സൂം ചെയ്യണ്ട, കാല സൂം ചെയ്യല്ലേ. എനിക്ക് കട്ടെ ക്യാമറ, ഇതൊന്നും പെടല്ലേ ക്യാമറ. കുറച്ച് പൊങ്ങടാ അടിയാ, പതുക്കെ പൊങ്ങണ. ഞാൻ സോസിൽ കയറിയിരിക്കണ്. ഞാൻ കണ്ടില്ല, താന്നും പൊങ്ങിയേ. താന്നു പോകുന്നു. ഹലോ, ഇതിന്റെ ഓപ്പോസിറ്റ് ഹലോ ഗായ്സ്, നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇപ്പൊ ഏറില്ലെന്നാണോ? ഞാൻ നിൽക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് കണ്ടേ. ആരും ചെയ്യരുത് കേട്ടോ സോസ് കളിക്കുമ്പോ. ഞാൻ വന്നതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ചെറിയ കളിക്കാൻ. ക്യാമറ ഒന്ന് മുന്നിൽ പോയി ഞാൻ ഇപ്പം ചെറിയ എത്തും. കമാൻ ബേബി, ഹലോ ഗായ്സ്, ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്. കാരണം എന്റെ സൈഡ് രണ്ട് തൂണ് കാണാം. ഇത് വെറും ഒരു തൂണല്ല, ജിറാഫിന്റെ രണ്ട് കാലാണ്. ഞാൻ കാലുകൾക്കിടയിൽ നിൽക്കുകയാണ്. ക്യാമറ ഒന്ന് സൂം ചെയ്തേ. ജിറാഫ് മൊത്തത്തോടെ എല്ലാവരും കാണട്ടെ. യൂട്യൂബിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സും കാണട്ടെ. ക്യാമറമാൻ ഓക്കെ, ക്യാമറമാൻ നോക്കി പോകും. ഇതാണ് ജിറാഫ്. ഹലോ ഗായ്സ്, ഞാൻ ഇവിടെ ഞാൻ വന്നപ്പോ ഫാസ്റ്റ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ തമിഴ്നാട് കണ്ടില്ല ഒരു അരിക്കൊമ്പൻ ആന. ഈ ആനയെ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്ന് ഈ അരിക്കൊമ്പൻ ഞാൻ കാണിച്ചു തരാം. എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ അരിക്കൊമ്പൻ കാണണ്ടേ? കണ്ടോ, ഞാൻ അരിക്കൊമ്പനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെയും കണ്ടു ഈ അരിക്കൊമ്പനെ? പൂർണ്ണമായി കാണാൻ പറ്റുമോ? ക്യാമറ ഒന്ന് പതുക്കെ ചിറകി വിടില്ല, അവിടെ ഇന്റർലോക്ക് ആണ്. ഈ അരിക്കൊമ്പനെ ഒന്ന് വ്യക്തത കാണിച്ചിരുന്നു. ഹലോ ഗൈസ്, ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല. ഇരിക്കരുത്. നിങ്ങൾ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിന്റെ മുകളിൽ സൈഡിലായിട്ട് അവിടെ ആണെന്ന് തോന്നുന്നുണ്ട് ഒരു ബെല്ലിരിക്കണം. അതിനെ നെക്കി വെക്കണേ. ഓക്കെ ഗൈസ്.